അർജന്റീന ഫുട്ബോൾ ടീം ആരാധകൻ എന്ന നിലയിൽ പ്രശസ്തനായ കാർലോസ് ടൂല അന്തരിച്ചു. 1974 മുതൽ 2023 വരെ ഖത്തർ ലോകകപ്പ് അർജന്റീനയെ പിന്തുണയ്ക്കാൻ ടൂല ഗാലറിയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് ചില നല്ല ഓർമ്മകളുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച്. രഞ്ജു മത്തായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുകയാണ്. രഞ്ജു, ഗുഡ് മോർണിംഗ്. രഞ്ജു, യഥാർത്ഥത്തിൽ ഈ ടൂലയുമായി രഞ്ജുവിന് വ്യക്തിബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. വിവരങ്ങൾ പറയൂ. SK24 ഇദ്ദേഹവുമായി വ്യക്തിബന്ധമുണ്ട് എന്ന് വേണം പറയാൻ. കാരണം അത്രമാത്രം അടുത്ത ഒരു വലിയൊരു കാര്യം അദ്ദേഹത്തിന് ജീവിതത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. അദ്ദേഹം ഖത്തർ ലോകകപ്പിന് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീൽ ചെയർ തകരാറായി. അതിനുശേഷം ഖത്തറിലെ പ്രമുഖ ഡോക്ടർ മോഹൻ തോമസിൻ്റെ സഹായത്തോടെ നമ്മൾ അദ്ദേഹത്തിന് ഒരു വീൽ ചെയർ സമ്മാനിച്ചു, ഒരു ഇലക്ട്രിക് വീൽ ചെയർ തന്നെ സമ്മാനിച്ചു. അങ്ങനെ വലിയ സ്നേഹം 24ൻ്റെയും അതോടൊപ്പം തന്നെ ഖത്തറിലെ ജനങ്ങളുടെയും വലിയ സ്നേഹവായ്പ് കാർലോസ് ടൂലയ്ക്ക് നൽകാൻ കഴിഞ്ഞു. കാർലോസ് ടൂല എന്ന് പറയുന്നത് കഴിഞ്ഞ 13 ലോകകപ്പുകളിൽ അർജന്റീനയ്ക്കായി ഗാലറിയിൽ ആർത്തുവിളിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരാധകനാണ്. കഴിഞ്ഞ തവണ അർജന്റീന ആരാധകർക്ക് ഏറ്റവും മികച്ച ആരാധകർക്കുള്ള പുരസ്കാരം ഫിഫ സമ്മാനിക്കുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ എത്തിയത് കാർലോസ് ടൂലയാണ്. 1971 അർജന്റീനയുടെ പ്രസിഡന്റ് യുവാൻ പെറോൺ സമ്മാനിച്ച ഒരു ബാൻഡ്, ആ ബാൻഡുമായി അദ്ദേഹം എല്ലാ ലോകവേദികളിലും അർജന്റീനയുടെ എല്ലാ മത്സരങ്ങളും കാണാനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ അദ്ദേഹം 83-ാം വയസ്സിൽ വിട പറയുകയാണ്. റൊസാരിയോയിലാണ് അദ്ദേഹം ജനിച്ചത്. 83-ാം വയസ്സിൽ അദ്ദേഹം ഓർമ്മയാകുമ്പോൾ അത് ഒരു ഫുട്ബോൾ ആരാധകൻ്റെ, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു തീരാ നഷ്ടം തന്നെയാണ്. SK രഞ്ജു, അദ്ദേഹത്തിന് സമ്മാനം കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? രഞ്ജുവിന് ഒരു സമ്മാനം കിട്ടിയിരുന്നു പറഞ്ഞു. അതെ സാർ, അദ്ദേഹം സമ്മാനിച്ച തൊപ്പിയാണ് വലിയ ഈ ജീവിതത്തിലെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കണക്കാക്കുന്ന ഒരു കാര്യമാണ്. കാരണം എവിടെയാ സൂക്ഷിച്ചു വെക്കുന്നത്? ഇപ്പോൾ വീട്ടിലെ അലമാരിൽ സൂക്ഷിച്ചിട്ടുണ്ട് സാർ. പത്തായത്തിലൊന്നും വെച്ച് കളയാതെ ചീത്തയായി പോകും. ഇല്ല സാർ, ഒരിക്കലും ഇല്ല. ഇത് ഖത്തർ ലോകകപ്പ് എനിക്ക് തന്ന ഏറ്റവും വലിയ ഓർമ്മയാണ് സാർ ഇത്. ഓക്കെ, താങ്ക് യു രഞ്ജു മത്തായി. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ നമുക്കും സങ്കടമുണ്ട്.